പറഞ്ഞിട്ടാ ഈ പറയുന്നേ? എടാ ഇങ്ങനെ സ്വഭാവത്തെ പറ്റി നിനക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്ക്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതെ ഞാൻ പറഞ്ഞു. എടാ കല്യാണം കഴിച്ചതേ ഇങ്ങനെ എന്നോട് കള്ളത്തരം പറഞ്ഞിട്ടാ. എടാ ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാൾ നിവിൻ പോളിയുടെ ബന്ധുവാന്ന് പറഞ്ഞ എന്നെ കെട്ടിയത്. ആണോ ഏട്ടാ? നിവിൻ പോളി നമ്മുടെ സ്വന്തക്കാരനാണ്. എങ്ങനെ? എന്റെ വീട്ടിലെ പട്ടിയില്ലേ, അതിന്റെ അനിയത്തി പട്ടിയാണ് നിവിൻ പോളി വീട്ടിൽ കിടക്കുന്നത്. അങ്ങനെ ബന്ധമാണ്. ഇതൊക്കെ ഒരു ബന്ധമാണോ? ഇതൊക്കെ പിന്നെ പട്ടി ബന്ധം. എന്റെ പൊന്നെ, ഇയാൾക്ക് എന്താ കാര്യമായിട്ട് അസുഖം കേട്ടോ? അത് തന്നെ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം സന്തോഷത്തോടെ ഞാൻ ഇങ്ങാരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ചേട്ടാ ആസിഫ് അലിയുടെ അച്ഛനെ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ആർസി പള്ളിയിലെ അച്ഛനോട് ചോദിക്കും എന്റെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് എന്തോ ബന്ധമെന്ന്. ഇവിടെ ഈ ചൂട് കാച്ചിൽ ബാക്കിയായിട്ട് ചവച്ചോണ്ടല്ലേ ഈ പേര് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിലും കുറ്റമുണ്ട്. എന്റെ കയ്യിലെന്തോ കുറ്റമാ? എടാ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ മനസ്സിലാക്കുന്നില്ലടാ. എടാ കല്യാണം കഴിഞ്ഞ് ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വലിയൊരു സംശയം. ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചു. ഇയാളുടെ അച്ഛൻ വീട്ടിനകത്ത് കയറുമ്പം ഇങ്ങാര് പുറത്തിറങ്ങും, ഇങ്ങാര് വീട്ടിനകത്ത് കയറുമ്പം അച്ഛൻ പുറത്തിറങ്ങും. 2-3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ആ സത്യം മനസ്സിലായി. എടാ രണ്ടുപേർ കൂടെ ഒരു ഒറ്റ ലുങ്കിയുള്ളടാ ഇവർക്ക്.